ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു ഗെയിമുമായിട്ടാണ്, ഹൈഡ് ആൻഡ് സീ ഗെയിമുമായിട്ട്. അപ്പോൾ നമ്മളുള്ളത് 3 ആൾക്കാരാണ്. ഒന്ന് എൻ്റെ കസിന് ഹയ, പിന്നെ ഉള്ളത് ഒന്ന് എൻ്റെ അനിയനും ആണുള്ളത്. അപ്പോൾ നമ്മൾ 3 ആൾക്കാരാണ് ഗെയിം കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാം, ഫസ്റ്റ് തന്നെ എണ്ണുന്നത് ഹയ ആണ്. അപ്പോൾ നമുക്ക് എണ്ണാൻ പറയാം ഗൈസ്. അങ്ങനെ ഞാൻ അവളെ എണ്ണ ഏൽപ്പിച്ചിട്ടുണ്ട്. 70 വരെ കേട്ടോ എണ്ണേണ്ടത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇരിക്കോ? പിന്നെ കണ്ടുപിടിച്ചിട്ടോള്. ഞാൻ ഇരുട്ടായിട്ട് നിങ്ങൾക്കൊന്നും ഇനി കാണാൻ പറ്റില്ല. ഇരുട്ടത്തായിരുന്നുള്ളത് കേട്ടോ. ഹയന്നാട്ടോ. നമുക്ക് മോളിൽ പോവാം. ഞാൻ ഓടിച്ച് ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് മറ്റുള്ളവരാണ് എന്നാണ്. വെട്ടില്ലേ, വെട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അല്ല ഇങ്ങോട്ടേക്ക് നമുക്ക് എവിടുന്നാലും ഇതൊക്കെ ഒരു വെട്ട് പോലത്തെ ഇട്ടുണ്ട്. അതുകൊണ്ട് നമുക്കായാലും നമുക്ക് നോക്കാൻ പറ്റും. നല്ലോണം നോക്കി ഞങ്ങളിപ്പോൾ ഉള്ള കൊലയിലാണ്. കൊലയിൻ്റെ അടുത്തൊരു മതമുണ്ട്. പിന്നെ അവിടെ ഫോൺ വെക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നിയാണ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വിട്ടുകൂടിയാണ് നമ്മൾ കാണും. മുകളിലത്തതല്ല, ഇതല്ല, അവിടുത്തതല്ല കാണട്ടെ. ഇവിടെ എവിടെയും ഫോൺ സ്റ്റാൻഡാക്കി വെക്കാം. കൈയാണെങ്കിൽ മാത്രം ഇവിടെ കയ്യില്ല. കാരണം അവിടെ നായ ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിലേക്ക് ഞാൻ പെട്ട് എല്ലാം ഇറങ്ങതാ. അപ്പോൾ ഇവിടെ ഇവിടെ വെക്കാൻ കഴിയില്ല കേട്ടോ. കൈപ്പിടിച്ചോള് വീട്ടിലുണ്ടോ നമുക്ക് നോക്കാം. അടിക്കാൻ പറ്റില്ല. സെറ്റ് അടിക്കട്ടെ ചോദിക്കുക. ഓള് വേണേ ഇതിലൂടെയൊക്കെ വരും, പറയാൻ പറ്റില്ല. ഇവിടെ വെക്കാൻ പറ്റുമോ നോക്കാം.
എനിക്ക് തോന്നുന്നു സാറ്റ് അടിക്കാൻ പറ്റൂലാണ്. കാരണം നമ്മളിവിടെ തന്നെ നിൽക്കലാണ്. ഓളാണിട്ട് ഇവിടേക്കുള്ള സ്ഥലമൊക്കെ അറിയില്ല. അല്ലാണ്ട് ഓള് എല്ലാ സ്ഥലത്തും ഓള് കിണറിൻ്റെ അടുത്തൊക്കെ വരലുണ്ട്. അതിനൊക്കെ പറയാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ടടിയിൽ നിന്ന് സംസാരിക്കാൻ നോക്കട്ടോ. ഇവിടെ ഫോൺ കാര്യം ശരി നോക്കാൻ പോയിട്ടുണ്ട്. ഇതെങ്ങനെ വെച്ചാൽ ഒരാൾ സാറ്റ് അടിച്ചാൽ മതി കേട്ടോ. രണ്ടാൾ അങ്ങനത്തെ കളിയാണ്. നമ്മൾ വേറൊരു കളിയാണ് കളിക്കുന്നത്. എന്നുവെച്ചാൽ ഒരാൾ സാറ്റ് അടിച്ചാൽ മതി. മൂന്നാൾക്കാരല്ലേ ഉള്ളൂ. ഒരാൾ എണ്ണുമ്പോൾ പിന്നെ വേറൊരാൾ രണ്ടാൾക്കാരല്ലേ ഉള്ളൂ. ഒരാൾ സാറ്റ് അടിച്ചാൽ മതി. അങ്ങനത്തെ കളിയാണ്. അപ്പം മറ്റേ ആളെ രക്ഷപ്പെടും. ഫുള്ള് നായി. ഷെഹീനെ കണ്ട് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഷെഹീനെ സാറ്റ് അടിച്ചപ്പോൾ ഞാനുള്ളൂ. രണ്ടാൾക്ക് കളറ് സെയിം മഞ്ഞ കളറുള്ള ഡ്രസ്സാണ് കേട്ടോ. ഫുള്ളും ഷെയിം പിടിച്ച് പറയാ വരല്ലേ വരല്ലേ. എന്താ വെച്ചാൽ ഞാനാണല്ലോ ഒന്ന് രക്ഷിക്കാനില്ല. കാരണം ഓള് സാറ്റ് അടിച്ചു. അപ്പോൾ എന്താ വരണ്ടേ. എന്താണെങ്കിലും പാദസാരത്തിൻ്റെ സൗണ്ടും ഉണ്ടാകും. ഞാൻ സാറ്റ് അടിച്ചിട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം ഇവിടെ സ്റ്റോപ്പായിരിക്കുന്നു. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. അപ്പം